നിന്റെ സാധനങ്ങൾ മൊത്തം ഇങ്ങ് കൊണ്ടുപോന്നോ? ഇതിപ്പോൾ ഒരുപാട് ബാഗുണ്ടല്ലോ. അവൻ്റെ വലിയ 3 ബാഗുകൾ കണ്ട് അയാൾ അമ്പരന്നു. ഒരു വഴിക്ക് പോകുവല്ലേ? എൻ്റെ സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങെടുത്തേച്ചു. ശരി ശരി, സമയം കളയണ്ട, നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. കുറച്ചു കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല തിരക്കാവും. ശ്രീറാം നിലത്തേക്ക് വെച്ച ബാഗുകളിൽ ഒന്നെടുത്തു അവൻ്റെ തോളിലേക്ക് ക്രോസാക്കി ഇട്ടുകൊണ്ട് വിനീഷേട്ടൻ പറഞ്ഞു. ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യപ്പെട്ടു. ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആക്സിലറേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ വിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബുള്ളറ്റിൻ്റെ പിൻസീറ്റിലിരുന്നു അവൻ ചെന്നൈ നഗരമാകെ നോക്കിക്കണ്ടു. 2 വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടി ഓടി പൊടിഭയമായ അന്തരീക്ഷം. ലൂണ പോലുള്ള വണ്ടികളാണ് ആളുകൾ അധികമായി ഉപയോഗിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ചായക്കടകൾക്കും മുന്നിലിരുന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പ്രായം ചെന്നവർ ചായ കുടിച്ച് കുശലം പറയുന്നു. മിക്കവരും കയ്യിൽ 4 മണി പലഹാരം പോലുള്ള സമൂസയോ ചെറിയ വടക്കേക്കോ വെട്ടുകേക്കോ ഉണ്ട്. പലരുടെയും അരികിൽ പൂക്കൂടയും ചീരക്കൂടയും കെട്ടിടം പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുമൊക്കെ ഇരിപ്പുണ്ട്. അതാണ് അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. റാം അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മിററിൽ കൂടി കണ്ട വിനീഷേട്ടൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂളിയ ശേഷം വീണ്ടും ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. ഏകദേശം അരമണിക്കൂർ അടുത്തു. വിനീഷേട്ടൻ താമസ സ്ഥലമായ അയ്യപ്പൻ താങ്കലിലെത്താൻ സാമാന്യം തിരക്കുള്ള ഒരു തെരുവായിരുന്നു വിനീഷേട്ടൻ്റെ ഫ്ലാറ്റ്. നടുവിൽ കൂടെ ചവിട്ടുപടികൾ മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള 2 നില കെട്ടിടം. 2 നിലകളിലായി അന്യോന്യം അഭിമുഖീകരിക്കുന്ന തരത്തിൽ 4 ഫ്ലാറ്റുകൾ. മുകളിലത്തെ നിലയിൽ വലതുഭാഗത്തായിരുന്നു അവരുടെ ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ട്രെയിനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തനിക്കുണ്ടായ അതേ മനോവിഷമം റാമിനു വീണ്ടും ഉണ്ടായി. ചെറുപ്പം മുതൽ വീട്ടിൽ നിന്നും അധികമായി അവനങ്ങനെ മാറി നിന്നിട്ടില്ല. ബാഗിൻ്റെ സൈഡിലെ നെറ്റുകൊണ്ടുള്ള അറയിൽ നിന്നും ഒരു ബോട്ടിൽ ഊരിയെടുത്ത് അവശേഷിച്ചിരുന്ന ഇളം ചുവപ്പ് നിറമുള്ള വെള്ളം ശ്രീറാം വായിലേക്ക് കമഴ്ത്തി. ദാഹിക്കുന്നേൻ, ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഇരിപ്പുണ്ടോടാ? അവൻ ആക്രാന്തത്തോടെ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു. ഏയ്, ഇത് പണ്ടു തൊട്ടേയുള്ളൊരു ശീലമാ ചേട്ടാ. വീട്ടിൽ നിന്നും എപ്പോഴെങ്കിലും മാറി നിൽക്കേണ്ടി വന്നാൽ അമ്മ കരിങ്ങാലിയിട്ട് തിളപ്പിച്ചേക്കുന്ന 1-2 കുപ്പിവെള്ളം കയ്യിൽ കരുതും. എന്നിട്ട് വീടോ വീട്ടുകാരെയോ മിസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരിറക്ക് വെള്ളം അങ്ങ് കുടിക്കും. അതോടെ എൻ്റെ ഹോം സിക്നെസ്സിന് തൽക്കാലത്തിന് ശമനമുണ്ടാകും. അവൻ പറയുന്നതൊക്കെ കേട്ട് എന്തോ സംശയം തോന്നിയ ബിനീഷേട്ടൻ തോളിൽ തൂക്കിയിരുന്ന ബാഗ് നിലത്തേക്ക് ഊരിവെച്ച് സിബ് തുറന്നു നോക്കി. അതിനുള്ളിൽ 1 ലിറ്റർ അളവിലുള്ള 10ഓളം കുപ്പികളിൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള കരിങ്ങാലി വെള്ളം നിറച്ചു വച്ചിരിക്കുന്നത് കണ്ട് അയാളുടെ കണ്ണു തള്ളിപ്പോയി. ദൈവമേ, 10 ബോട്ടിലോ? കരിങ്ങാലി വെള്ളവും തൂക്കി ചെന്നൈയിലേക്ക് വരാൻ നിനക്കെന്താടാ, ഭ്രാന്താണോ? അയാളുടെ ചോദ്യം കേട്ട് റാം ഉറക്കെ ചിരിച്ചു. 2 ബെഡ്റൂമും 1 കിച്ചണും ചെറിയ ഹാളും 1 കോമൺ ബാത്റൂമും അടങ്ങുന്ന ഒതുങ്ങിയ ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഹാളിലെ ഉള്ള സ്ഥലത്തായി 1 സോഫയും ചെറിയ ടേബിളുമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളിലെ തന്നെ ഷെൽഫിലായി അറിയപ്പെടുന്ന ഏതോ ഒരു ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോയും നിരത്തി വച്ചിരിക്കുന്നു. ബെഡ്റൂമിലെ മുകളിലൊന്ന് ഒരു നീളൻ ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ മുന്നിലെ തെരുവ് മൊത്തമായി കാണാം. ദേ, ആ കാണുന്നതാ നിൻ്റെ മുറി. ബാൽക്കണിയിലുള്ള മുറി കാണിച്ച് വിനീഷേട്ടൻ. ആഹാ, അടിപൊളി. ബാൽക്കണിയിലേക്കുള്ള റൂം കിട്ടിയ സന്തോഷത്തിൽ റാം ബാഗുമെടുത്ത് മുറിയിലേക്ക് കയറിയതും മുറിയുടെ ഭിത്തിയിൽ മുഴുവനായും പല നിറത്തിലുള്ള പേപ്പറുകൾ എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങളുമൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. മാത്രവുമല്ല, തുണി വയ്ക്കുന്ന ഷെൽഫിൽ ഒരുപാട് വസ്ത്രങ്ങൾ കുത്തി തിരുകി വച്ചിരിക്കുന്നു. ഇവിടെ വേറെ ആരാണുള്ളത്? റാം തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എടാ, നിന്നെപ്പോലെ തന്നെ ഒരു
കൂട്ടുകാരൻ്റെ അനിയനും ഇവിടെ നിന്ന് ബികോം പഠിക്കുന്നുണ്ട്, കിരൺ. ഇപ്പോൾ കക്ഷി നാട്ടിലേക്ക് പോയിരിക്കുക, ഉടൻ വരും. ആള് ലേശം അരപ്പിരിയാ. എന്തായാലും നിനക്ക് ചേരും. നാട്ടിൽ നിന്ന് മാത്രം കോളേജുകളുണ്ടായിട്ടും ബികോമിനൊക്കെ ചെന്നൈയിൽ വന്ന് പഠിക്കുന്നോ? അപ്പോൾ അരപ്പിരിയല്ല, മുഴുപ്പിരിയാ. അപ്പോൾ പിന്നെ വേറെ ഫിലിം സ്കൂളൊക്കെ നാട്ടിലുണ്ടായിട്ടും നീ ഇവിടെ തന്നെ സിനിമ പഠിക്കാൻ വന്നതോ? ഹി ഹി ഹി. അത് പിന്നെ ഞാൻ സിനിമ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ആളുകളുടെ ലൈഫ് പഠിക്കാനും അതൊക്കെ ഒരു കഥയാക്കി എഴുതാനും കൂടിയല്ലേ വന്നേ, റാം ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നല്ലതു തന്നെ, പക്ഷേ ലൈഫ് പഠിക്കുന്ന കൂട്ടത്തിൽ തല തെറിക്കാനും പറ്റിയ ബെസ്റ്റ് സ്ഥലമാ ചെന്നൈ. മര്യാദയ്ക്ക് നിന്നാൽ ഞാനും മര്യാദയ്ക്കാണ്. അനിയൻ്റെ കൂട്ടുകാരനാണെന്നോ കഥയെഴുത്തുകാരനാണെന്നോ ഞാൻ നോക്കൂല. അടുക്കളയിൽ ചപ്പാത്തി പലകയിരിപ്പുണ്ട്. എന്തേലും അലമ്പ് പോയാൽ തലമണ്ട അടിച്ചു ഞാൻ പൊട്ടിക്കും, കേട്ടല്ലോ. എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ. താഴത്തെ കടയിൽ പോയി വല്ലതും കഴിക്കാം. ബിനീഷേട്ടൻ സ്വന്തം മുറിയിലേക്ക് നടന്നുപോയി. റാം അയാൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു. തലയൊന്നും അടിച്ചു പൊട്ടിക്കില്ലായിരിക്കും. ഇനി മനീഷിൻ്റെ പുരികത്തിലെ ആ മുറിപ്പാട് ഇയാളെങ്ങാനും തലയടിച്ച് ആകുമോ? എന്തോ എടുക്കാനായി ഹാളിലേക്ക് തിരികെ വന്ന ബിനീഷേട്ടൻ അന്തരീക്ഷത്തിലേക്ക് നോക്കിയിരിക്കുന്ന റാമിനെ നോക്കി ചോദിച്ചു, നീ ഫ്രഷ് ആവാൻ പോയില്ലേ? ദേ പോയി. അവൻ വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി. അവരുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെ റോഡിൽ നിന്നുമാണ് ഓയിൽ മിൽ റോഡ് എന്ന വിളിപ്പേരുള്ള ആ തെരുവിൻ്റെ ആരംഭം. പച്ചക്കറിക്കടകൾ, ദോശമാവ് വിൽക്കുന്ന കടകൾ, ഇലക്ട്രോണിക് കടകൾ, ചിക്കൻ സ്റ്റാൾ, കരിക്ക് വിൽക്കുന്ന കട, ചെറിയ തട്ടുകടകൾ, കൂട്ടത്തിൽ അല്പം പ്രൗഢിയോടെ നിൽക്കുന്ന മിൽക്ക് ഗ്രിഡ് എന്ന മിനി സൂപ്പർ മാർക്കറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായും ആ തെരുവിലുള്ളത്. പിന്നെ റോഡ് സൈഡിലായും തട്ടുകളിൽ പൂക്കൾ വിൽക്കാനായി നിൽക്കുന്ന തമിഴ്നാടിൻ്റെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്ത വലിയ മൂക്കൂത്തിയിട്ട ചില അമ്മച്ചിമാരും. റാം ബിനീഷേട്ടനും തട്ടുകടയിൽ എന്ന പോലെ തോന്നിച്ച ഒരു ചെറിയ ഹോട്ടലിൽ കയറി ദോശ ഓർഡർ ചെയ്തു. വെളുത്ത തേങ്ങാ ചട്നിയും പുതിന ചട്നിയും സാമ്പാറും കൂട്ടി അല്പം പുളിയുള്ള ദോശ കഴിച്ചപ്പോൾ റാമിന് രുചിയിൽ എന്തോ പ്രത്യേകത തോന്നി. പുതിന ചട്നി അങ്ങനെ ദോശയ്ക്കൊന്നും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാവാം പ്രത്യേക രുചി അവൻ ഓർത്തു. പക്ഷേ ദോശമാവിന് 1 ലിറ്ററിന് 30 രൂപ എന്ന ബോർഡിന് തൂക്കിട്ട കടയുള്ള അതേ തെരുവിലെ തട്ടുകടയിൽ ഒരു ദോശ 15 രൂപ. വാങ്ങുന്ന കുട്ടൻ റാമിനെ എത്ര ചിന്തിച്ചിട്ടും പിടിയിട്ടില്ല. എങ്കിലും ഇതിച്ചിരി അന്യോന്യമല്ലേ ചേട്ടാ? കടയിൽ നിന്നും തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ ബിനീഷേട്ടനോട് പറഞ്ഞു. ഹാ, ദോശ ഒക്കെ വാങ്ങി അത് ചുട്ട് തേങ്ങ ചിരകി അത് ചമ്മന്തിയാക്കി എപ്പോൾ കഴിക്കാനാടാ? ചെന്നൈയിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ബാച്ചിലേഴ്സ് തീരെ കുറവാ. ഇവിടെ സമയത്തിനാണ് വില. അപ്പോൾ ആ ദോശ 20 രൂപയായാലും കഴിക്കാനായിട്ട് ആളുകൾ വരുമെന്നവർക്കറിയാം, പുള്ളിക്കാരൻ ലാഘവത്തോടെ പറഞ്ഞു. ബിനീഷേട്ടാ, ദോശ ഞാൻ ചുട്ടോളാം. നാളത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിച്ചാലോ? പിന്നെ ഈ പുറത്തെ ഫുഡും അത്ര ഹെൽത്തി അല്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് ബിനീഷേട്ടൻ വീണ്ടും ചിരിച്ചു. ഇതൊക്കെ നാടുമാറി നിൽക്കുമ്പോഴുള്ള ആദ്യത്തെ ആവേശമാടാ. നാളെ തൊട്ട് നീ പഠിക്കാൻ പോയി തുടങ്ങുകയല്ലേ? തിരക്കുള്ള ബസ്സിലും ട്രെയിനിലുമൊക്കെ കയറി ഊപ്പാട് വരുമ്പോൾ അത് താനേ മാറിക്കോളും. റാം പിന്നെ ഒന്നും പറയാൻ പോയില്ല. 3. ഫ്ലാറ്റിൽ തിരിച്ചെത്തിയതും എന്തൊക്കെയോ ഓൺലൈൻ ജോലികൾ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് ബിനീഷേട്ടൻ അയാളുടെ മുറിയിലേക്ക് കയറി. റാം തൻ്റെ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. ഒരു കസേരയെടുത്ത് അവിടെ വിചാരിച്ചപ്പോൾ അവിടെ ഒരു കസേര മുൻപേ കിടപ്പുണ്ട്. ചിലപ്പോൾ ആ മുറിയിൽ താമസിക്കുന്ന കിരണിൻ്റെ ബാൽക്കണിയിൽ വന്നിരുന്ന സ്വഭാവം ഉണ്ടായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. റൂമിൽ മൊത്തം അർത്ഥം മനസ്സിലാകാത്ത തരത്തിലുള്ള എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതി ഒട്ടിച്ചു വച്ചിരിക്കുന്നതും റൂമിൽ കിടന്നിരുന്ന ഫ്രീക്കൻ വസ്ത്രങ്ങളും കണ്ടപ്പോൾ മുതൽ കിരണിനൊപ്പം ഒരേ മുറിയിൽ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമായിരുന്നു റാമിൻ്റെ മനസ്സിൽ. അഥവാ അവന് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ കിടപ്പ് ഹാളിലേക്ക് മാറ്റാമെന്ന് റാം മനസ്സിലോർത്തു. ബാൽക്കണിയിൽ പോയിരുന്ന ശേഷം
ഫോൺ എടുത്ത് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്നവന് മനസ്സിലായി. ഉടൻ തന്നെ അയൽ വീട്ടിൽ വിളിച്ച് തന്നെ ചെന്നൈയിൽ എത്തിയ വിവരം അമ്മയെ ധരിപ്പിക്കുവാൻ അറിയിച്ചു. പ്രകൃതി സ്നേഹിയും ആരോഗ്യകാര്യത്തിൽ അവിശ്വസനീയമായ തരത്തിൽ ശ്രദ്ധിക്കുന്നതുമായ അവൻ്റെ അച്ഛൻ അരവിന്ദൻ വീട്ടിൽ ആരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സമ്മതിച്ചിരുന്നില്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കി ഉപയോഗിക്കണം എന്ന വ്യവസ്ഥയിലാണ് ചെന്നൈയിലേക്ക് പോരുമ്പോൾ റാമിന് അച്ഛൻ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത് പോലും. അതും സിനിമാ പഠനം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിയപ്പോൾ മാത്രമാണ് ക്യാമറയുള്ള അത്യാവശ്യം നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുത്തതും. പാരമ്പര്യമായി പ്രകൃതിയെയും മണ്ണിനെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു നാടൻ കുടുംബമായിരുന്നു റാമിൻ്റേത്. അവൻ്റെ അച്ഛൻ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പലതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ നെല്ല് വരെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. റാം വീട്ടിലെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കും. ജൈവ പച്ചക്കറികൾ പഴങ്ങളും വാങ്ങാൻ റാമിൻ്റെ വീട്ടിലേക്ക് എന്നും അനവധി ആളുകൾ വന്നെത്തിക്കൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ റാമിന് അച്ഛന് ഭയങ്കര വെറുപ്പായിരുന്നു. പിന്നീട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ അവൻ്റെ അച്ഛൻ്റെ ചെയ്തികളും പറയുന്ന കാര്യങ്ങളും അവനെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. താനും കുടുംബവും അനുഭവിച്ചിരുന്ന മനഃശാന്തിയും കലർപ്പില്ലാത്ത അന്നവും സമൂഹത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ അച്ഛൻ അവൻ്റെ റോൾ മോഡലായി മാറി. ആ അച്ഛനെ കണ്ട് വളർന്നതിനാൽ അവനും ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായി. അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു സിനിമാ പഠനവും പുസ്തകമെഴുത്തും. പുസ്തകമെഴുത്തിനെ അച്ഛൻ പൂർണ്ണമായി പിന്തുണച്ചു. പക്ഷേ സിനിമാ പഠനം അയാൾക്ക് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല. അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാനായി അമ്മയും അനുജത്തിയും അവൻ്റെ ഒപ്പം കൂടി. ഒടുവിൽ 1 വർഷത്തെ ഫിലിം ഡിപ്ലോമ കോഴ്സ് ചെയ്യുവാൻ അവനെ അച്ഛൻ അനുവദിച്ചു. തമിഴ്നാടും അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും റാമിന് എന്നും ഒരു കൗതുകമായിരുന്നു. താൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്താൻ അവൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒരു കഥ മുഴുമിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ സിനിമാ പഠനത്തെപ്പറ്റി അവൻ ഗൗരവമായി ചിന്തിച്ചത്. ഒടുവിൽ മനീഷിൻ്റെ ചേട്ടനെ വിളിച്ച് ചെന്നൈയിലെ മികച്ച ഫിലിം സ്കൂളുകളെപ്പറ്റി അന്വേഷിക്കുവാനും ചട്ടം കെട്ടി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടിപടിയെന്നായിരുന്നു. ഫിലിം കോഴ്സ് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ റാം അതിനുവേണ്ടി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്ന് അച്ഛൻ കരുതിയില്ല. എങ്കിലും അവൻ കൊടുത്ത വാക്കിന്മേൽ അയാൾ ഒടുക്കം സമ്മതിച്ചു. തൻ്റെ ഇരട്ട ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി വീട്ടുകാരെ പിരിയാൻ പോകുന്നതിലുള്ള ദുഃഖം മാത്രമായിരുന്നു അവന്, പ്രത്യേകിച്ച് തൻ്റെ അമ്മയെ. തമിഴ്നാട് എന്ന തൻ്റെ ഫാൻറ്റസി ലോകത്തേക്ക് വന്നെത്തിയ അന്നത്തെ ദിവസം ഓരോന്നും ആലോചിച്ചിട്ടും വീട്ടുകാരെ പിരിഞ്ഞ ദുഃഖം വരുമ്പോൾ ഇടയ്ക്കിടെ കരിങ്ങാലി വെള്ളം കുടിച്ചു തീർക്കും. അവൻ്റെ സമയം തള്ളി നീക്കി. 2. പിറ്റേന്ന് പുലർച്ചെ ഏകദേശം 5 മണിയായപ്പോൾ ബാൽക്കണിയിൽ നിന്നുമുള്ള കതക് അവൻ സാവധാനത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാം ഞെട്ടിയുറന്നു. ആ വാതിലിന് ലോക്കില്ലാത്തത് അവൻ തലേന്നേ ശ്രദ്ധിച്ചിരുന്നു. കതക് തുറന്നതും വീണ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റാം ആ കാഴ്ച കണ്ടു. വാതിൽ തുറന്ന് ഉയരം കുറഞ്ഞ മെലിഞ്ഞ ശരീരമുള്ള ആരോ അകത്തേക്ക് കടക്കുന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും അവൻ ബെഡ്ഷീറ്റ് തലവഴി ഇട്ടുകൊണ്ട് കട്ടിലിൽ നിന്നും സാവധാനം നിലത്തേക്കിറങ്ങി. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ മുട്ടിൽ നിരങ്ങിയ വാതിലിനരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും അകത്ത് കടന്നയാൾ 3 4 ചുവടുകൾ വെച്ചിരുന്നു. റാം പെട്ടെന്ന് തന്നെ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ് കാലുകൾ കൊണ്ട് ചവിട്ടി വാതിലടച്ച ശേഷം 1 സെക്കൻഡ് പോലും പാഴാക്കാതെ അകത്തേക്ക് കടന്നയാളുടെ മേൽ ചാടി വീണ് അയാളെ ബെഡ്ഷീറ്റ് കൊണ്ട് മൊത്തമായി പൊതിഞ്ഞുകൊണ്ട് ബലമായി നിലത്തേക്കിരുത്തി. അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കുവാനായി അയാളുടെ മുഖത്തേക്ക് കയറി ഇരിക്കുകയും ചെയ്തു. കള്ളൻ, കള്ളൻ, ബിനീഷേട്ടാ ഓടിവായോ! റാം ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ ബെഡ്ഷീറ്റിനുള്ളിൽ നിന്നും കേട്ടതും റാം ഒരു നിമിഷം കിടുങ്ങിപ്പോയി. ഞാനിനി വേറെ വല്ലയിടത്തുമാണോ എന്നുമേൽ പോൽ സംശയിച്ചു. എങ്കിലും അവൻ ബിനീഷേട്ടൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു കൂവി.
ഒച്ചയും ബഹളവും കേട്ട് ബിനീഷേട്ടൻ ആ റൂമിലേക്ക് ഓടിച്ചെന്ന് ലയിച്ചിട്ടതും റാം മുകളിലും ആഗതൻ നിലത്തു വീണ് ചതഞ്ഞ തവള കണക്കെ അടിയിലിരിക്കുമായി കിടക്കുന്നത് കണ്ടു. അയാൾ ഓടിച്ചെന്ന് റാമിനെ പിടിച്ചു മാറ്റി തറയിൽ കമിഴ്ന്നു കിടന്നിരുന്ന ആഗതൻ ഒരു വിധത്തിൽ നിലത്തു തന്നെ മലർന്നു കിടന്നു. നീ എന്താടാ ഇപ്പോ? ബിനീഷേട്ടൻ ആഗതനെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. കിരണായിരുന്നു അവൻ. എൻ്റെ അണ്ണനെ ഞാൻ ഇന്നലെ രാത്രി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. വെളുപ്പിനെ വരുമെന്നും പറഞ്ഞ്. തറയിൽ നിന്ന് എഴുന്നേറ്റ് നടു തടവിക്കൊണ്ട് കിരൺ പറഞ്ഞു. അമ്മേ, ഇതാരാ? റാമിനെ നോക്കി കിരൺ ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരുത്തൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്? ശ്രീറാം. ഹാ, പുള്ളിയായിരുന്നോ? എൻ്റെ നടു. അതും പറഞ്ഞ് അവൻ നിലത്തു നിന്നും കൈകുത്തി എഴുന്നേറ്റു. ഒന്ന് മൂരി നിവർന്നു. എന്നിട്ട് ടേബിളിൽ ഇരുന്ന റാമിൻ്റെ കരിങ്ങാലി വെള്ളക്കുപ്പിയിലേക്ക് വെള്ളം പകുതിയോളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. സോറി, ഇതുവഴി കയറിയപ്പോൾ ഞാൻ കള്ളനാന്ന കരുതിയെ. റാം കിരണിനരികിലേക്ക് നടന്നു ചെന്ന് ചെറിയൊരു പരിങ്ങലോടെ പറഞ്ഞു. സാരമില്ലണ്ണാ, ഇതാ ഞാൻ രാത്രികാലങ്ങളിൽ വരെ പോവുകയും ചെയ്യുന്ന വഴി. ഇങ്ങനെ ഉറത്തി ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ഈ വഴി കയറുന്നേ. ദേഹത്ത് ചുറ്റിക്കിടന്ന ബെഡ്ഷീറ്റ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കിരൺ റാമിന് കൈ കൊടുത്തു. അപ്പോൾ ഹലോൺ, ഞാനാണ് കിരൺ. ഞാൻ ശ്രീറാം. നല്ല ബെസ്റ്റ് പരിചയപ്പെടൽ. ബിനീഷേട്ടൻ ഉറക്കൻ പോയ അരിശത്തിൽ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ പുലമ്പിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. കിരണും റാമും പരസ്പരം നോക്കി ചിരിച്ചു. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങിയ കിരണിൻ്റെ കുടുംബം ഒമാനിലെ സലാലയിൽ 10 വർഷത്തോളമായി ഒരു ഹോട്ടൽ നടത്തുകയാണ്. കൊല്ലത്തെ ആശ്രാമം എന്ന സ്ഥലത്ത് മാമൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം താമസിച്ചിരുന്ന കിരൺ തനിക്ക് നാട്ടിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ പഠനത്തിനായി 2 വർഷത്തേക്കു മുൻപ് അവനെ ചേട്ടൻ ഉറ്റ സുഹൃത്തായ ബിനീഷിൻ്റെ അരികിലേക്ക് അയക്കുമായിരിക്കുകയായിരുന്നു. അവൻ്റെ ചെലവുകൾക്ക് വേണ്ട പണം അച്ഛനും അമ്മയും ചേട്ടനും ഓരോ വിഹിതങ്ങളായി ഓരോ മാസം അയച്ചു കൊടുത്തിരുന്നതിനാൽ കക്ഷിക്ക് ചെന്നൈയിൽ കുശാലായിരുന്നു. റാമും കിരണും വിശദമായി പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്.